150. 150. ഇതിനകത്ത് 150 അടിച്ചാൽ മതി. ഓക്കെ ഗായ്സ്. 30 കിലോമീറ്റർ 60 കിലോമീറ്റർ അല്ലേ? പോവല്ലോ. ഇത് പോവോ? ഉറപ്പല്ലേ? വണ്ടി എടുത്ത് കുത്താ. പഞ്ചർ കർണാടകയിൽ നാളെ മുതൽ ലോക്ക്ഡൗൺ ആണ്. 14 ദിവസത്തേക്കാണ് അവർ പറയുന്നത്, ഇഫ് നോട്ട് എക്സ്റ്റെൻഡ്. സോ എൻ്റെ ഫ്രണ്ട്സ് റൂംമേറ്റ്സ് വിചാരിച്ചു നമുക്കെന്തായാലും വെറുതെ വീട്ടിൽ 14 ദിവസം ഇരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന്. അപ്പം ദൂരമൊന്നുമില്ല, നമ്മളെ വീട്ടിനടുത്ത് തന്നെ 30 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു മോട്ടോ വ്ളോഗിങ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ സെറ്റപ്പ് കണ്ടാൽ നിങ്ങൾ പലരും ചിരിക്കും. ഗോപ്രോ ഉണ്ട്, ഗോപ്രോ ഹീറോ 9 ആണ്. അമലിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗോപ്രോ ആണ്, അവനാണ് എനിക്ക് ലെൻഡ് ചെയ്തത് ഗോപ്രോ. മിസ്റ്റർ AK799 എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. ഞാൻ അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിപ്പം ബിദ്രഹള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സാണത്. വണ്ടി ഓടിക്കുന്നത് സഹൽ മുഹമ്മദ് അലി, ബാക്കിലിരിക്കുന്നത് ഷാഫി. ഇപ്പോൾ ഇവർ രണ്ടുപേരെ എൻ്റെ റൂമിലുള്ളൂ, ബാക്കി എല്ലാവരും നാട്ടിലാണ് ഉള്ളത്. വെക്കേഷന് പോയതാണ് നമ്മൾ. വെക്കേഷന് പോയിട്ട് തിരിച്ച് വന്നു. നാട്ടിൽ വൻ ബോറടിയും ചൂടും കൂടിയത് കൊണ്ട്. ഇത് ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കണ്ടതെന്നെ അറിയാം. ഷാഫിയാണ് വഴി പറഞ്ഞിരുന്നത്, വഴി കാട്ടി. ഗൂഗിൾ മാപ്പ് ചതിച്ചില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തും. ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. ഇപ്പം സമയം 6:56 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് വെച്ചാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇയർഫോൺസിലൂടെ എൻ്റെ ഫോണിലേക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ മിക്സപ്പ് ചെയ്യുക. എനിക്ക് ഗോപ്രോൻ്റെ ഓഡിയോ അഡാപ്റ്റർ ഇതുവരെ വാങ്ങിയിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ല. അത് ഈ ഒരു വ്ളോഗ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട്. അവർ ബാക്കിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓഡിയോ എങ്ങനെയാണ് സൗണ്ട് ചെയ്യാമെന്നവരെ എനിക്കറിയില്ല. ഞാൻ 2-3 ടെസ്റ്റ് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്, പക്ഷേ ക്ലിയറായിട്ട് പറയാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റൂ. എങ്ങോട്ടാണ് ബൈ? എങ്ങോട്ടാ? ഓക്കെ, നേരം.
ഞാൻ ചെറുതായിട്ട് കാണുന്നുണ്ട് സൂര്യൻ്റെ ഒരു രശ്മി. സൂര്യരശ്മിയാണ്, തെറ്റിദ്ധരിക്കട്ടെ. ഇത് ഏത് കാട്ടുമുക്കിലാടാ? അയ്യോ ജസ്റ്റ് മിസ്. ആക്ച്വലി നല്ല റോഡ്സാണ്, കുറച്ച് നല്ലപോലെ കേവ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫോറസ്റ്റിൽ പോയൊരു വൈബ് ഉണ്ട്. ചെറിയ റോഡ്സും നാരോ റോഡ്സും ഇടയ്ക്കിടയ്ക്ക് ബംസും. എനിക്ക് തോന്നുന്നു ഇതിന് ചുറ്റും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ജോഗിങ്ങിനെല്ലാം പോകുന്നുണ്ടല്ലോ. ഈ റോഡ് അടിപൊളിയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഹംസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഹംസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഈ റോഡ് അടിപൊളിയാണ്. ഓക്കെ, എടുത്തോ, നിന്റെ ഫോണിൽ നിന്ന് എടുത്തോ. എനിക്ക് ഡൗട്ട് ഉണ്ടാ നമ്മളെ എവിടെ കൊണ്ടുവന്നു. വണ്ടി പോയി വരുന്നല്ലേ, നാളെ ശരിയില്ല. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ കഴിക്കാറൊന്നുമില്ല, പക്ഷേ അവിടെ കാണിക്കുന്നേ അവിടെ നടന്നു പോകാനാന്ന് തോന്നുന്നു. നമ്മൾ ഞാൻ പറഞ്ഞു വന്ന എവിടെയാ? ഇതേതാ സ്ഥലം എന്നറിയില്ലല്ലോ. ഫുൾ ഓഫ് റോഡാണല്ലോ. ഓ, അതല്ലേ, അതാണെന്നാ തോന്നുന്നത്. അതാ ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെയാന്ന് തോന്നുന്നു കയറണ്ടേ. അതല്ല ആ സാധനം. എന്നാ പോവാ, വാ വാ. ഗൂഗിൾ അമ്മച്ചി പൊതുവെ ചതിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. അടിപൊളി സ്ഥലം കേട്ടോ ആക്ച്വലി. ഓ പൊളി.
സംഭവം അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. വെള്ളമുണ്ട്. ഇല്ല മതിലല്ലേ ആ പെണ്ണ് ചാടുന്നത്. നമ്മളെ പിന്നെ ഇതിനെ ഇവിടെ കൊണ്ടുവന്നേ. ഞാൻ അപ്പഴേ പറഞ്ഞു ഇതിനെ ഓണം വിളിക്കുന്നു. കോമ്പൗണ്ട് വഴിയാ പോകണ്ടേ ഒന്ന് ചോദിച്ചാടാ. എന്തോ എനിക്ക് മനസ്സിലായില്ല. പുള്ളി എന്തോ പറഞ്ഞു. ആ ആ ആ ಆ ಹಾಂ ಓಕೆ ಥ್ಯಾಂಕ್ಸ್. നമ്മുടെ സ്ഥലം കഴിഞ്ഞു ആക്ച്വലി. ഓള് ഏത് മതിലാ തുള്ളുന്നേ? ഓളെ വിളിച്ചു. ഓളെ ഏത് മതിലാ തുള്ളുന്നേ? ആ അമ്പലത്തിലേക്ക് പോകാനുള്ള ട്രാക്ക് കാണിക്കുന്നു. ആ ട്രാക്ക് കാണിക്കുന്ന അവിടെയാ. അപ്പൊ പിന്നെ ഇങ്ങോട്ട് പോയത് കാട്ടിട്ടാ പോകണ്ട. പാട്ടാണ് അവന്മാരെ ഏത് വഴിയാ പോകാൻ പറഞ്ഞത്. അമ്മച്ചി എടുത്ത് ചോദിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കൊയറിയിലേക്ക് കയറാൻ പറ്റൂല. പിന്നെ അല്ലാണ്ട് ഓള് മതിൽ ചാടൂലോ. നമ്മള് ചാടൂ ചാടണ്ടേന്ന് അറിയാമോ? വല്ലവന്റെ പുറേ ചാടി അടി കിട്ടു. അമ്മച്ചി എടുത്ത് ചോദിക്ക. ഒരു പെണ്ണ് ഒരു ചക്ക ഇത് വഴി പോകണ കണ്ടോ? എന്താക്കാ ആ കിളവൻ പറഞ്ഞു ഒരു എൻട്രൻസ് ഉണ്ട്. ആ ബൈക്കുകാരൻ ഞാൻ ചോദിച്ചു എൻട്രൻസ് ഉണ്ട് എനിക്ക് പോവാന്ന് പറഞ്ഞു. എൻട്രൻസ് ഉണ്ട്. പക്ഷെ എൻട്രൻസ് എവിടെയാ? അങ്ങനെ നമ്മൾ ഒന്നും കൂടി ഓഫ് റോഡ് പോവുകയാണ് ഗോയ്സ്. ഇത്രയും വന്നിട്ട് ഇതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ വളരെ വലിയൊരു അബദ്ധമാവും. ഇതെങ്ങനെ ഇപ്പോൾ കയറും? ഇവിടം വരെ വന്നിട്ട് കയറാണ്ടാവോ? എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്നവർക്ക് വരെ ആ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാ? ഇംഗ്ലീഷ് അറിയോ? ഹിന്ദി അറിയോ? തമിഴ് അറിയാം. അണ്ണാ ആ ബ്ലാക്ക് ഗേറ്റ് ആ അതിലൂടെ എന്നാ ഓക്കെ. ഇതിനാണോ എനിക്ക് തമിഴ് അറിയില്ല എന്ന് പറഞ്ഞേ? ബ്ലാക്ക് ഗേറ്റ് രണ്ടും ഇംഗ്ലീഷ് അല്ലേ? ഇതെന്തെന്നാണോ? ആ ഇതാ ഇതാ
ചെയ്താണ്. എന്ത് ആളുണ്ട് റിക്വസ്റ്റ് ചെയ്താൽ കേട്ടൂടെ, ഇല്ലെങ്കിൽ അപ്പുറത്ത് അയ്യത്തൂടെ ചാടി പോകണം. അങ്ങനെ? ഓക്കെ ഓക്കെ. മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പം എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം? ഇതെല്ലാം കണ്ട അല്ല, ഈ സെറ്റപ്പ് എല്ലാം കണ്ട. നിൽക്കും ഒരു മിനിറ്റ്. वो हाँ कम्प्लीट लगा दिया. थोड़ा 5 मिनट हाँ ऐसा ऐसा ठीक है. उधर ओपन था ना सर. हाँ ഓ സംഭവം പറഞ്ഞ ശരിയാ. ക്യാമറ ഉണ്ടടാ. ചെയ്യാൻ പറ്റൂല. പക്ഷെ പറഞ്ഞില്ലേ, നിങ്ങൾ പോണ്ട വഴി പറഞ്ഞില്ല. ആ കമ്പ്യൂട്ടർ സാധനം പക്ഷെ കമ്പ്യൂട്ടർ സാധനം ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വെക്കും? ഇതിനെ പുറത്ത് വെക്കേണ്ടി വരും. ഇതിനെ പുറത്ത് വെച്ചാൽ അതിന്റെ ഓണർ വരുമ്പോ കാണൂലേ? വെടി വെച്ച് കൊല്ലോ? ഇല്ലല്ലോ. പറയാൻ പറ്റൂല. കന്നടക്കാരോണ്ട് പറയാൻ പറ്റൂല. പക്ഷെ എന്നാലും നോക്കാം നമുക്ക്. വാ. അമ്പലം കണ്ടുപിടിക്കാൻ പാടുകൂടുന്ന് വരുത്തി. പട്ടി ഇതുവരെ ഇല്ല. നീ വരുത്തണ്ട. ബാ കേറ്. എമിറേറ്റ്സ്. ഓ പൊളി പൊളി. ഓക്കെ, പറയാൻ മറന്നുപോയി. സദഹള്ളി ക്വാരി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. കെമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലൈറ്റ്സ് അടുത്തുനിന്ന് പറക്കുന്നതും ഇറങ്ങുന്നതെല്ലാം കാണാൻ പറ്റുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പ്ലേസ്. റിയലി ബ്യൂട്ടിഫുൾ. നമ്മളെ എന്താ പറയുക, ഞാൻ ഒരു റീല് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആ റീലിനേക്കാളും എത്രയോ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ തൊട്ടപ്പുറമുള്ളൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് എന്താ പറയുക, അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പുറത്തെ പ്രോപ്പർട്ടിയിലോട്ട് കയറിക്കോ, ഇപ്പുറത്ത് ആരും ഇല്ല. കാരണം അവരെ ഓണർ ആരും ഇപ്പോൾ അലോ ചെയ്യുന്നില്ല അവരെ വശത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അതിലൂടെ ആയിരിക്കും ഏറ്റവും എളുപ്പം ഇതിൽ ആ ടെമ്പിളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്തേ? ഓക്കെ ഓക്കെ. ആ ആ ഇതെല്ലാവരും ചാടണല്ലേ? എന്താ ഓ സെറ്റ്. നമുക്ക് ഇവിടെ ഇരുന്നൊരു സെൽഫി എടുത്തിട്ട് ഓക്കെ. രണ്ട് പൊട്ടന്മാരും എന്താ കാണുന്നത് എനിക്കറിയത്തില്ല. ഇത് നമ്മളെങ്ങനെ തിരിച്ചിറങ്ങാം? ആ അവിടെ ഉണ്ട് കല്ല്. ഇത് കൊള്ളാടോ സെറ്റ്. അമലേ താങ്ക് യു. നിന്നെ വളരെ വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആക്ച്വലി അമലാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളത്. അമൽ ജസ്റ്റ് കാഷ്വലി ഗൂഗിൾ മാപ്പിലോട്ട് ജസ്റ്റ് നോക്കുമ്പോൾ സാറ്റലൈറ്റ് ഇമേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ സ്പോട്ട് ഉണ്ട് നമ്മളെ വീട്ടിനടുത്ത് തന്നെ. താമസിക്കുന്നതിൻ്റെ ഒരു 30 കിലോമീറ്ററിൽ അകലെ ആയതുകൊണ്ട് അവൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പം ചുറ്റും ഇങ്ങനെ കുറേ കല്ലും നടുക്ക് എന്തോ ഒരു സാധനം കണ്ടു. പക്ഷേ അത് എന്താണെന്ന് അറിയില്ല. നമ്മൾ എന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പെട്ടെന്നാണ് അവൻ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ് ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, ഒരു ടെമ്പിളാണെന്നല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി സെറ്റ് സ്ഥലം കേട്ടോ. നമ്മളപ്പോഴേ ഉറപ്പിച്ചതാണ് ഇങ്ങോട്ട് എന്തായാലും വരണമെന്ന്. നമ്മളിവിടെ ഇരുന്നിട്ട് എന്താക്കാൻ, നമ്മൾ ഇറങ്ങിക്കൂടെ? ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണോ ഡൗട്ട്. ഹൈറ്റ് ഉണ്ട്.
ഇവനെവിടെയാ പോകുന്ന നടന്നിട്ട്? അതൊക്കെ ഇളകിയ പാലമാടേ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ സൂക്ഷിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു പീസ് മാത്രം ഇത് പൊട്ടിപ്പോയിട്ട് ഇവിടെ വെച്ചതാണോ എന്നറിയില്ല. പിടിച്ചിട്ടേ അമ്പലം അവിടെ തന്നെ ഉണ്ടാവും. ആക്രാന്തം വേണ്ട. അടിപൊളി ഏരിയ ആക്ച്വലി. ഇവിടെ ആക്ച്വലി കുറേ പേര് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആക്ച്വലി സേഫ് അല്ല. കം അറ്റ് യുവർ ഓൺ റിസ്ക്, ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ഈ വഴി വന്ന് താഴെ ഇറങ്ങാലോ. താഴെ ഇറങ്ങിട്ട് ഇവിടെ എങ്ങനെ കയറൂ? ഇവിടെ കേറുന്നില്ലല്ലോ. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. എൻ്റെ അല്ല, ഇനി താഴെ എന്തിനാ പോന്നെ? ഇതാണ് ടെമ്പിൾ. നിങ്ങൾക്ക് POV കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറേ നേരം ഹെൽമെറ്റ് ഇട്ട് നടക്കുന്നത്. നല്ലപോലെ ചൂടെടുക്കുന്നുണ്ട്. സോ ഇനി ഹെൽമെറ്റ് ഊരി സംസാരിക്കാം അല്ലേ? ഓക്കെ. ആക്ച്വലി ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഡോങ്കിൾ സൈഡിൽ അമ്പലമെല്ലാം ഉണ്ട്. പക്ഷെ ആരുടെ അമ്പലമാണെന്ന് അറിയില്ല. ഇത് ഗ്രാനൈറ്റാ. ഗോപ്രോയിൽ ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ട്. സോ തൽക്കാലം ഗോപ്രോ ഓഫാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ ഫോണിൽ കാണിച്ചു തരാം. എനിക്കൊന്നും എന്തല്ലോ ഇവിടുന്ന് പറഞ്ഞു. ചെറിയ ചാലഞ്ചാണ്, വളരെ സിമ്പിൾ ചാലഞ്ച്. ഇവിടുന്ന് കല്ലെറിഞ്ഞിട്ട് ആ വെള്ളത്തിലെത്തിക്കണം. ആ വെള്ളത്തില നേരെ കാണുന്ന വെള്ളത്തിൽ. സോറി, എൻ്റെ മൈക്ക് പോയി ഗൈസ്. എൻ്റെ മൈക്ക് ഓരോരുത്തർ അവിടെ ആളുണ്ടാവണം. ഓക്കെ വീണ് വെള്ളത്തിൽ വീണ് എവിടെ പോയി നമ്മളാരി. ഓക്കെ, ഇതാണ് ഗോയ്സ് പറയുന്നത്. ഓവറായിട്ടൊന്നും കളിക്കരുത്. എന്താക്കിയതാ നീ വന്നപ്പോഴേ നീ തുടങ്ങിയതാ. അപ്പുറത്തെ കല്ലെടുത്തെറിയ, ഇപ്പുറത്തെ കല്ലെടുത്തെറിയ. വലിയ കഷ്ടായിപ്പോയി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? ഇവിടുന്ന് സത്യം പറഞ്ഞാ പോവാൻ തോന്നുന്നില്ല. പോണാ തണലൊന്നും ഇല്ല ഇവിടെ. ഞമ്മക്കെല്ലാം 60 റുപ്യ ചെലവ് എണ്ണ അടിക്കാൻ. ആളി ചെയ്ത് ഷൂ അത്രയും പറഞ്ഞാൽ മതി. ഒരു പാറ മുടക്കി സമ്മാനിച്ചു.
ഇപ്പോൾ ഒരു സംഭവം നടന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കൈയോടെ പിടികൂടി. അവരെ പറഞ്ഞ കാര്യമില്ല, അവരുടെ പ്രോപ്പർട്ടിയിലൂടെയാണ് ആ ടെമ്പിൾ ഈ ഉള്ളത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഓക്കെ, സേഫ് അല്ല അങ്ങനെ പോകുന്നത്, കാരണം ആരും നോക്കാനും പിടിക്കാനൊന്നും ആരും ഇല്ല. അതുകൊണ്ട് അത്രത്തോളം സേഫ് അല്ല നമ്മൾ അങ്ങനെ പോകുന്നത്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യില്ല പബ്ലിക്കിനോട് അങ്ങോട്ട് പോവാൻ. രണ്ടും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ ഉള്ളിലൂടെയാണ് ഇവിടെ അങ്ങോട്ടേക്ക് പോകാനുള്ള എൻട്രൻസ് ഉള്ളത്. എൻട്രൻസ് എന്ന് പറയാനൊന്നുമില്ല, അവർ മതിൽ വെച്ച് ഫുൾ പൂട്ടിയിട്ടാണ് ഉള്ളത്. മതിൽ വെച്ച് അടിച്ചിട്ടാണ് ഉള്ളത് ഫുൾ കംപ്ലീറ്റ്. നല്ലൊരു ഏരിയ ആണ്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പോകുന്നവർക്ക് റിസ്ക് എടുത്ത് പോവുക. സോ ദാറ്റ്സ് ദ വ്ളോഗ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഈ അടുത്ത് കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ താങ്ക്സ് എ ലോട്ട്. ഞാൻ ഇനിയും ഇതുപോലെ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. So until the next video, adios.